ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 32ാമത്തെ ശ്ലോകം നോക്കാം. ഏകദാ ക്രീഡമാനാസ്തേ രാമാദ്യാ ഗോപദാരകാഃ കൃഷ്ണോ മൃതം ഭക്ഷിതവാനിതി മാത്രേ ന്യവേദയൻ. നമ്മൾ ആ രാമകൃഷ്ണന്മാരുടെ അല്ലെ ബലരാമൻ്റെയും കൃഷ്ണനുണ്ണിയുടെയും രണ്ടുണ്ണികളും കൂടി നടന്ന് അവിടെയൊക്കെ കാണിക്കുന്ന എല്ലാ വികൃതികളും നമ്മൾ കണ്ടു. ഇവിടെ ഗോപസ്ത്രീകൾ ഓരോരുത്തരായി വന്ന് പറയുന്നു, അല്ലേ ഭഗവാനെ അവിടുന്ന് അവരുടെയൊക്കെ വീടുകളിൽ പോയി മോഷ്ടിച്ച് തിന്നുവല്ലോ. അങ്ങനെ മോഷണത്തിൻ്റെ കഥകൾ, കാട്ടുന്ന വികൃതികളുടെ കഥകൾ, ഇങ്ങനെയെല്ലാം ഗോപസ്ത്രീകൾ വന്ന് പറയുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്, അല്ലേ. ഇനി അടുത്ത ഈ കൃഷ്ണനുണ്ണിയുടെ അടുത്ത ഒരു വികൃതിയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. സത്യത്തിൽ ഭഗവാന്റെ മായയുടെ കഥയാണ് ഇനിയും പറയാൻ പോകുന്നത്. ഇതുവരെയും ഭഗവാൻ വ്യക്തമായിട്ട് തൻ്റെ മായയെ കാണിച്ചില്ല എന്ന് തന്നെ പറയാം. കാരണം ഇവിടെ മോഷണം നടത്തുമ്പോൾ ഈ ഗോപസ്ത്രീകളൊക്കെ വന്ന് പറയുന്നുണ്ട് അവരുടെയൊക്കെ വീടുകളിൽ നിന്ന് വെണ്ണയും പാലും തൈരും ഒക്കെ മോഷ്ടിക്കുന്ന കാര്യം. അത് ഭഗവാൻ പരോക്ഷമായി തൻ്റെ മായാപ്രഭാവത്തെ അവർക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി കാണിച്ച ഒരു ലീലയാണ് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഭഗവാന്റേതല്ലാത്തതായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെയുമില്ല. എല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണ്, എല്ലാം ഭഗവാന്റെയാണ്, എല്ലാം ഭഗവാനിലാണ് നിലകൊള്ളുന്നത്. അങ്ങനെയുള്ള ഒന്ന് നമ്മുടെയൊക്കെ മായ കൊണ്ട്, നമ്മുടെയൊക്കെ അജ്ഞത കൊണ്ട്, ഭഗവാന്റെ മായാവിലാസം കൊണ്ട് നമ്മുടേതാണെന്ന അബദ്ധധാരണയാൽ നമ്മളൊക്കെ നമ്മളോട് ചേർത്ത് വയ്ക്കുന്നു. എൻ്റേത് 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 എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ഞാൻ തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ അസ്ഥിരമാണെന്നിരിക്കെ, അല്ലേ, ഈ ഭൂമിയിലേക്ക് വരുന്നതും ഇവിടെ നിന്ന് പോകുന്നതും എപ്പോഴെന്നോ ഒരു നിശ്ചയമില്ലാത്തതാണ് ഓരോ മനുഷ്യജന്മവും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓരോ ജന്മം തന്നെ അസ്ഥിരമാണ്, അതിനൊരു വ്യക്തതയില്ലാത്തതാണ് എന്നിരിക്കെ നമ്മുടേതെന്ന് നമ്മൾ കരുതുന്നതൊക്കെ അവ്യക്തമായ നമ്മൾ മറഞ്ഞാലും ഇവിടെ അവശേഷിക്കുന്നു എന്നിരിക്കെ അത് എന്നെന്നും നിലകൊള്ളുന്ന ഒരു സത്യത്തിൻ്റെ ഭാഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇവിടെ ഗോപസ്ത്രീകൾ നമ്മളെപ്പോലെ തന്നെ ആ ഒരു പരിമിതിയുടെ ചട്ടക്കൂടിനുള്ളിൽ, ആ ഒരു മായാവലയത്തിൽ പെട്ടുകൊണ്ട് ഇതൊക്കെ എൻ്റേതാണ്, എൻ്റേത് വന്ന് ഈ കൃഷ്ണൻ അപഹരിച്ചു എന്ന് പറയുകയാണ്, അല്ലെ. സത്യത്തിൽ ഇതൊക്കെ തൻ്റേത് തന്നെയാണ്, താൻ മാത്രമാണ് ഇവിടെയുള്ളതൊക്കെ തൻ്റേത് മാത്രമാണ് എന്ന് ഭഗവാൻ കാണിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് താനത് എടുത്തത്, അല്ലെ. നമ്മുടേതായിട്ടുള്ള ഒന്നിനെ എടുക്കുന്നത് അതൊരു മോഷണമല്ല. ഇവിടെ ഭഗവാനും അത് തന്നെയാണ് കാണിക്കുന്നത്, തൻ്റേതാണിതെല്ലാം. പക്ഷെ അത് മനസ്സിലാക്കാൻ അപ്പോഴും ആ ഗോപസ്ത്രീകൾക്ക് അത്രമാത്രം ഒരു ബുദ്ധി വികാസം അല്ലെങ്കിൽ ബുദ്ധിക്കൊരു പ്രാവീണ്യം ഉണ്ടായിരുന്നില്ല. നമ്മളെപ്പോലെ തന്നെയാണ്, അല്ലേ. വെറുതെ നമ്മുടെ ആ ഒരു സ്വാർത്ഥ പരിമിതിക്കുള്ളിൽ, സ്വാർത്ഥ ചിന്തകളുടെ പരിമിതിക്കുള്ളിൽ വസിക്കുന്നവരായിരുന്നു അവരുമൊക്കെ, തൻ്റേത് എന്ന ചിന്തയിൽ. ഇനിയും ഭഗവാൻ ഇവിടെ പ്രത്യക്ഷത്തിൽ കാണിച്ചു കൊടുക്കാൻ പോവുകയാണ് തൻ്റെ ആ ഒരു ലീല. താൻ ആരാണ്, തൻ്റെ പ്രഭാവം എന്താണ്, തൻ്റെ ആ ഒരു മഹാവൈഭവം, ആർക്കും തിരിച്ചറിയാൻ കഴിയാത്തത്ര വലിയൊരു മഹിമയുടെ മഹത്വത്തിൻ്റെ ഉടമയാണ്. എന്താണ് താനെന്ന തൻ്റെ സത്വത്തെ, ആ സ്വരൂപത്തെ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഈ ലീലയിലൂടെ ഭഗവാൻ ഇനിയും ചെയ്യുന്നത്. ഇതുവരെ പരോക്ഷമായി പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചത് ഇനിയും പ്രത്യക്ഷത്തിൽ ഭഗവാൻ കാണിച്ചു കൊടുക്കുകയാണ്. എന്താ ചെയ്തത് എന്നാണെങ്കിൽ, ഏകദാ ഒരിക്കൽ, ക്രീഡമാനാസ്തേ എന്ന് പറഞ്ഞാൽ വളരെ കളിച്ചുകൊണ്ട്, ക്രീഡമാനാഹ തേ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ക്രീഡമാനാസ്തേ. ക്രീഡമാന എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ അങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുകയാണ്. കൃഷ്ണൻ തന്നെയല്ല, നമുക്കറിയാം എപ്പോഴും രാമനും കൂടെ ഉണ്ടാവും. തന്നെയല്ല, സമപ്രായക്കാരായിട്ടുള്ള ധാരാളം ഗോപബാലന്മാരും കൂടെ ഉണ്ടാവുമെന്ന് മുൻപുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ അവരോടൊപ്പം കളിച്ചുകൊണ്ടിരുന്ന തേ, തേ എന്ന് പറഞ്ഞാൽ ആ എന്നുള്ള, ഇവിടെ ആ പറയുന്നുണ്ട് വേറെ എന്താണ്, ആ രാമാദ്യ, രാമൻ ആദിയായിട്ടുള്ളവർ, അഥവാ ആ രാമനുണ്ണിയും മറ്റുള്ള സമപ്രായക്കാരായിട്ടുള്ള ഗോപബാലന്മാരും, ഗോപദാരകാഹ എന്ന് പറഞ്ഞാൽ ആ ഗോപകുമാരന്മാർ. ധാരകൻ എന്ന് പറഞ്ഞാൽ വളരെ
ആ ഒരു കുമാരനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടിയാളാണ്. അപ്പോൾ അങ്ങനെ രാമനും കൃഷ്ണനും മറ്റുള്ള ഗോപകുമാരന്മാരും എല്ലാവരും കൂടി അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണ എന്ന് പറഞ്ഞാൽ ആ ഭഗവാൻ കൃഷ്ണൻ തന്നെ, കൃഷ്ണനുണ്ണി മൃതം എന്ന് പറഞ്ഞാൽ മണ്ണ്, ഭക്ഷിതവാൻ ഇതി ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഭക്ഷിതവാനിതി. ഭക്ഷിതവാൻ എന്ന് പറഞ്ഞാൽ തിന്നു, അപ്പോൾ മണ്ണ് തിന്നു. ഇതി എന്ന മാത്രേ എന്ന് പറഞ്ഞാൽ അമ്മയായിട്ടുള്ള ആ യശോദാദേവിയോട് ന്യവേദയൻ അറിയിച്ചു, ഉണർത്തിച്ചു. അപ്പോൾ ഇവരെല്ലാവരും കൂടി അവിടെ അങ്ങനെ മണ്ണിലൊക്കെ കളിച്ചുകൊണ്ട് നടക്കുകയാണ്. കൃഷ്ണനുണ്ണിയും രാമനുണ്ണിയും മറ്റു ഗോപന്മാരൊക്കെയുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ കൃഷ്ണനുണ്ണി ഇങ്ങനെ കളിച്ച് അവിടെ അങ്ങനെ നടക്കുമ്പോൾ ഈ രാമനുണ്ണിയും മറ്റുള്ള ഗോപബാലന്മാരും എല്ലാവരും കൂടി ഓടി വന്ന് ആ യശോദാമ്മയുടെ അടുത്ത് വന്ന് പറയുന്ന എന്താ, യശോദാമ്മേ ദായി കൃഷ്ണനുണ്ണി ഉണ്ടല്ലോ മണ്ണ് തിന്നു എന്ന് വന്ന് പറയുകയാണ്. മണ്ണും ആരുടെയാണ്? ഭഗവാന്റെ തന്നെയാണ് അല്ലേ. എന്നിരുന്നാലും ആ ഒരു വികൃതി കാട്ടിയത്, ആ മണ്ണ് വാരി തിന്നത് ഇവിടെ വന്ന് യശോദാമ്മയോട് വന്ന് പറയുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഏകദാ ക്രീഡമാനാസ്തേ രാമാദ്യ ഗോപദാരകാ കൃഷ്ണോമൃതം ഭക്ഷിതവാനിതി മാത്രേ ന്യവേദയൻ. ഇവിടെ ഏകദാ ക്രീഡമാനാസ്തേ രാമാദ്യ ഗോപദാരക, വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഗോപദാരക അവിടെ ദീർഘവും വിസർഗവുമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുകയും വേണം. അടുത്തത് കൃഷ്ണോമൃതം ഭക്ഷിതവാനിതി, ഭക്ഷിതവാൻ ഇതിയാണ്, അപ്പോൾ ഇകാരം ശ്രദ്ധിക്കുക. ബാക്കി എളുപ്പമുള്ളതാണ്. മാത്രേ ന്യവേദയൻ. ഇനി അടുത്തത് 33-ാമത്തെ ശ്ലോകം. സാ ഗൃഹീത്വാ കരേ കൃഷ്ണമുപാലഭ്യ ഹിതൈഷിണീ യശോദാ ഭയസംഭ്രാന്ത പ്രേക്ഷണാക്ഷമമഭാഷത. ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ നമ്മൾ ഇതുവരെയുള്ള ലീലകളിലൊക്കെ ഓരോ വികൃതികളും ഈ ഗോപസ്ത്രീകളൊക്കെ വന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു ആ യശോദാമ്മയ്ക്ക് പക്ഷേ തൻ്റെ ഉണ്ണി ഒന്ന് ശകാരിക്കുവാൻ കൂടി കഴിഞ്ഞില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ പക്ഷേ ഭഗവാൻ തൻ്റെ അതിമനോഹരമായ ഒരു ലീലയാണ് കാണിക്കുവാൻ പോകുന്നത്. ഇവിടെ യശോദാമ്മയ്ക്ക് എത്രയാ ഇങ്ങനെ പരാതികൾ കേൾക്കുക. ഒടുവിൽ യശോദാമ്മ ശിക്ഷിക്കാൻ പുറപ്പെട്ടു. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, ആ ഉണ്ണിയുടെ മുഖത്തേക്ക് നോക്കിയാൽ തനിക്ക് ശകാരിക്കുവാൻ കൂടി കഴിയില്ല എന്ന് പറഞ്ഞിരുന്ന യശോദാമ്മയ്ക്കും ഇപ്പോൾ ഉണ്ണിയെ ഒന്ന് ശിക്ഷിക്കുവാനുള്ള പുറപ്പാടാണ്. എന്താ കാരണം? സാ ഗൃഹീത്വാ കരേ കൃഷ്ണമുപാലഭ്യ ഹിതൈഷിണി. സാ എന്ന് പറഞ്ഞാൽ അവൾ. ഇവിടെ അവൾ എന്ന് പറയുന്നത് ആ ഭഗവാന്റെ അമ്മയായിട്ടുള്ള യശോദാദേവി ഗൃഹീത്വ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പിടിച്ചു. കൈകളിൽ, ആ രണ്ട് കുഞ്ഞു കൈകളിൽ ആ യശോദാമ്മ അങ്ങോട്ട് അങ്ങോട്ട് പിടിച്ചിട്ടോ കൃഷ്ണം ഉപാലഭ്യ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് കൃഷ്ണമുപാലഭ്യ. കൃഷ്ണം എന്ന് പറഞ്ഞാൽ ആ കൃഷ്ണനുണ്ണിയുടെ രണ്ട് കൈകളിൽ അങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട് ഉപാലഭ്യ എന്ന് പറഞ്ഞാൽ ശകാരിച്ചിട്ട്, വഴക്ക് പറഞ്ഞിട്ട്. കാരണം എന്താ വഴക്ക് പറഞ്ഞത്? ഹിതൈഷിണി, ആ യശോദാമ്മ ആരാ? ഏതൊരമ്മയും പോലെ ഹിതൈഷിണിയാണ്, ഹിതത്തെ ഇച്ഛിക്കുന്നവളാണ്. അതായത് തൻ്റെ ഉണ്ണിയുടെ പ്രിയത്തേക്കാളേറെ ആ ഉണ്ണിക്ക് കുഴപ്പമൊന്നും ഉണ്ടാകരുത് എന്ന് നന്മയെ മാത്രം ഇച്ഛിക്കുന്നവളാണ്. പ്രിയത്തെ അല്ല ഇച്ഛിക്കുന്നത് അമ്മമാർ അല്ലേ. ഉണ്ണികൾ തൻ്റെ മക്കളുടെ അവർക്ക് പ്രിയമുണ്ടാകണം എന്നതിനേക്കാളേറെ അവരുടെ ആ ഒരു ഇഷ്ടത്തെ പിടിച്ചു പറ്റുക എന്നതിനേക്കാളേറെ അവരുടെ നന്മയെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഏതൊരമ്മയും വർത്തിക്കുന്നത്. ഇവിടെ അതുപോലെ ഈ യശോദാമ്മ
ഹിതൈഷ്യനെയാണ്, തൻ്റെ ഉണ്ണിയുടെ നന്മയെ കാംക്ഷിച്ചുകൊണ്ടാണ് ആ ഉണ്ണിയുടെ രണ്ട് കൈകളിലും അങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട് ശകാരിച്ചത്. കാരണം മണ്ണ് തിന്നാൽ ഉണ്ണി നിനക്ക് വയറിന് അസുഖം വരില്ലേ, മണ്ണ് വാരി തിന്നുകയെ അത് നല്ല സ്വഭാവമാണോ, നല്ല കുട്ടികൾ ഇങ്ങനെ ചെയ്യുമോ, ഇങ്ങനെ തുടങ്ങി ശകാരിക്കാൻ തുടങ്ങിയത് തൻ്റെ ഉണ്ണിക്ക് എന്തെങ്കിലും വയറിന് അസുഖം വരുമോ, ആരോഗ്യത്തിന് പ്രശ്നം വരുമോ എന്നുള്ള ഒരു ആശങ്ക കൊണ്ടാണ് ഇവിടെ വഴക്ക് പറയുന്നത്. അങ്ങനെ വഴക്ക് പറഞ്ഞു യശോദ. ആ യശോദാമ്മ ആ സമയത്ത് ഭയസംഭ്രാന്ത പ്രേക്ഷണാക്ഷമഭാഷത. ഭയസംഭ്രാന്ത പ്രേക്ഷണാക്ഷം, അക്ഷം എന്ന് പറഞ്ഞാൽ കണ്ണുകൾ. ഭയസംഭ്രാന്ത, ഭയന്നിട്ട് തൻ്റെ അമ്മ തന്നെ ഇതാ പിടിച്ച്, ഇതുവരെ തന്നെ വഴക്കുകൂടി പറഞ്ഞിട്ടില്ലാത്ത അമ്മ തൻ്റെ രണ്ട് കൈകളിൽ പിടിച്ചിട്ട് തന്നെ വഴക്ക് പറയുന്നതിന് അടിക്കുമോ എന്നുള്ള ഭയമാണോ അതോ വഴക്കു പറഞ്ഞതിൻ്റെ സങ്കടമാണോ എന്നറിയില്ല. ഭയസംഭ്രാന്ത, ഭയം കൊണ്ടുണ്ടായ പ്രേക്ഷണാക്ഷം, ഇങ്ങനെ കണ്ണുകൾ ഇങ്ങനെ ചിമ്മുകയും തുറക്കുകയും ചെയ്യുന്നുണ്ട്. സങ്കടം വന്ന് കണ്ണുകളൊക്കെ അങ്ങനെ നിറയുന്നുണ്ട്. അങ്ങനെ ആ അമ്മയോടുള്ള ഭയവും മുഖത്ത് നിഴലിക്കുന്നുണ്ട്. അങ്ങനെയുള്ള അക്ഷത്തോടു കൂടിയ കണ്ണുകളോടുകൂടി ആ ഭഗവാൻ അഭാഷത പറഞ്ഞു. അപ്പോൾ ആ ഉണ്ണിയുടെ, കൃഷ്ണനുണ്ണിയുടെ, ആ തൻ്റെ കൃഷ്ണനുണ്ണി ഇങ്ങനെ മണ്ണ് വാരി തിന്നുന്നത് കണ്ടപ്പോൾ അമ്മയ്ക്ക് അങ്ങോട്ട് ഒട്ടും സഹിച്ചില്ല. എന്തേ കാരണം അമ്മയ്ക്ക് ആകെ ഒരു ആശങ്കയായി, തൻ്റെ ഉണ്ണിക്കിനിയും വയറിനെന്തെങ്കിലും രോഗം പിടിപെടുമോ ഈ മണ്ണ് വാരി തിന്നാൽ എന്നുള്ള ഒരു ആശങ്ക. അങ്ങനെയുള്ള ആ അമ്മ ഈ ഒരു മകൻ്റെ, തൻ്റെ കൃഷ്ണനുണ്ണിയുടെ ഹിതത്തെ കാംക്ഷിക്കുന്നവളായതുകൊണ്ടാണ് ഓടി വന്ന രണ്ട് കൈകളിലും അങ്ങോട്ട് പിടിച്ചിട്ടോ ശകാരിക്കാൻ തുടങ്ങി. ഈ കൃഷ്ണനുണ്ണിക്കാകട്ടെ ഇതുവരെ അങ്ങനെ ഒരു ശീലമില്ലതാനും. തൻ്റെ അമ്മ ഇന്നോളം തന്നെ വഴക്ക് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ദാ തൻ്റെ രണ്ട് കൈകളിൽ ചേർത്ത് പിടിച്ചിട്ടങ്ങോട്ട് ശകാരം തുടങ്ങിയിരിക്കുന്നു. യശോദാമ്മ എന്തേ തൻ്റെ ഉണ്ണിയുടെ രണ്ട് കൈകളിൽ പിടിച്ചു എന്ന് ചോദിച്ചാൽ, ഉണ്ണിയുടെ വികൃതിക്ക്, ഉണ്ണിയുടെ പതിവുള്ള ലീല അനുസരിച്ച് ഉണ്ണി ഓടിപ്പോകാനാണ് സാധ്യത എന്ന് യശോദാമ്മയ്ക്കറിയാം. ഉണ്ണിയോളം എളുപ്പത്തിൽ പിറകെ ഓടിപ്പോയി വീണ്ടും പിടിക്കുക തനിക്ക് അസാധ്യമാണ്. അതുകൊണ്ട് ആ ഉണ്ണിയെ ചേർത്ത് രണ്ട് കൈകളിലും അങ്ങോട്ട് പിടിച്ചിട്ടാണ് അല്പം കോപഭാവമൊക്കെ മുഖത്ത് വരുത്തി. എന്താ താൻ പറയുന്നത് വെറുതെ പറയുകയല്ല, അതിൻ്റെ ആ ഒരു ഗൗരവഭാവം തൻ്റെ ഉണ്ണിക്ക് മനസ്സിലാകണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഉണ്ണിയുടെ രണ്ട് കൈകളിലും ചേർത്ത് പിടിച്ചിട്ട് ആ അമ്മ ഇങ്ങനെ പറഞ്ഞത് എന്താണെന്ന് ദൈനിയും പറയാൻ വരികയാണ്. ഇവിടെ ആ ഉണ്ണിയുടെ മുഖത്ത് ഇതുവരെ താൻ കണ്ടിട്ടില്ലാത്ത ഒരു ഭാവം ആ അമ്മയുടെ മുഖത്ത് വന്നപ്പോൾ ഉണ്ണിക്കാകെ ഒരു ഭയം ഉള്ളിലുണ്ടായി. ഇനി തന്നെ അടിക്കുമോ, അതിനാവുമോ തൻ്റെ രണ്ട് കൈകൾ ചേർത്ത് പിടിച്ചത്. തന്നെയുമല്ല, ആ ഭയം കണ്ണുനീരായി അങ്ങനെ തുളുമ്പി നിൽക്കുന്നുണ്ട് കണ്ണിൽ. അതുകൊണ്ട് തന്നെ കണ്ണിടയ്ക്കിടയ്ക്ക് ചിമ്മിത്തുറന്ന് അങ്ങനെ നിൽക്കുകയാണ് ആ ഉണ്ണി. കണ്ണുകൾ വല്ലാതെ ഇളകുന്നുണ്ട്, കണ്ണുകൾ നിറയുന്നുണ്ട്, മുഖത്താകെ ഭയം അങ്ങനെ ആ കണ്ണുകളിൽ നിഴലിച്ച് നിൽക്കുന്നുണ്ട് തൻ്റെ കൃഷ്ണനുണ്ണിയുടെ. എത്ര സുന്ദരമായ കാഴ്ചയാണ്. ആ യശോദാമ്മ അങ്ങനെ മുട്ടുകുത്തി ആ ഉണ്ണിയുടെ രണ്ട് കൈകളിലും പിടിച്ചങ്ങനെ നിൽക്കുകയാണ്. ശകാരവർഷങ്ങൾ നടത്തുന്നുണ്ട് ഉണ്ണിയുടെ നേരെ. ഉണ്ണിയുടെ മുഖത്തെ ആ ഭയവും ജലകണികകൾ നിറഞ്ഞ ആ കണ്ണുകളുടെ ഇളക്കവും വ്യാസഭഗവാൻ എത്ര മനോഹരമായിട്ടാണ് ഈ ഒരു ശ്ലോകത്തിൽ നമ്മളെ വരച്ച് കാണിച്ചു തരുന്നത്. നമുക്കങ്ങനെ കൺമുൻപിൽ കാണാവുന്ന വിധത്തിൽ ആ ഉണ്ണി രണ്ട് കൈകളും അമ്മയ്ക്ക് വെച്ചു കൊടുത്തിട്ട്, അമ്മയുടെ കൈകളിൽ വെച്ചു കൊടുത്തിട്ട് ഭയം അഭിനയിച്ച് നിൽക്കുന്ന ഭഗവാന്റെ സുന്ദരമായ ഒരു കാഴ്ച. ആ ഭഗവാന്റെ കൈകളിലാണ് ഈ വിശ്വം മുഴുവൻ നിൽക്കുന്നത്. ആ വിശ്വത്തിലെ വെറുമൊരു തരി മാത്രമായിട്ടുള്ള ഈ അമ്മ, എത്രയോ കോടാനുകോടി സൃഷ്ടികളിൽ ഒന്നു മാത്രമായിട്ടുള്ള ഈ യശോദാമ്മ, ആ അമ്മയുടെ കൈകളിൽ വിശ്വത്തെ മുഴുവൻ പേറുന്ന ആ ഭഗവാൻ തൻ്റെ രണ്ട് കുഞ്ഞു കൈകൾ അങ്ങോട്ട് വെച്ചു കൊടുത്തു. ദാ പിടിച്ചോളൂ എന്നെ, ഞാൻ ഓടിപ്പോവും കേട്ടോ, ഞാൻ വികൃതി കുട്ടനാണ് കേട്ടോ എന്ന ഭാവത്തിൽ യശോദാമ്മ ആ ഉണ്ണിയുടെ രണ്ട് കൈകളിൽ പിടിച്ച് ഭഗവാനെ അവിടുത്തെ അങ്ങോട്ട് ശകാരിക്കാൻ തുടങ്ങി. ഈ വികൃതികളൊക്കെ കണ്ടിട്ടും ഈ സുന്ദര ലീലകളൊക്കെ വ്യാസഭഗവാനിലൂടെ
അറിഞ്ഞതുകൊണ്ടുമാകാം കവികളൊക്കെ പിന്നീട് ചോദിച്ചത്, എന്നെ തപം ചെയ്തനെ, ഈ യശോദാമ്മ എന്തൊരു തപസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു മഹാഭാഗ്യം കിട്ടിയത്. ആ ഭഗവാന്റെ 2 കൈകളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ഭഗവാനെ ഒന്ന് ശകാരിക്കുക. എന്താ ഒരു ലീല ഭഗവാനെ അവിടുത്തെ. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സാ ഗൃഹീത്വാ കരേ കൃഷ്ണമുപാലഭ്യ ഹിതൈഷിണീം യശോദാഭയസംഭ്രാന്ത പ്രേക്ഷണാക്ഷമഭാഷത. ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കൃഷ്ണമുപാലഭ്യ, അവിടെ കൃഷ്ണം ഉപാലഭ്യാണ്, അത് ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് ഭയസംഭ്രാന്ത പ്രേക്ഷണാക്ഷമഭാഷത. അവിടെ പലപ്പോഴും എനിക്ക് തന്നെയും പലപ്പോഴും തെറ്റാറുണ്ട്. പ്രേക്ഷണാക്ഷം അഭാഷത, അക്ഷം അഭാഷത ആണ്. അതുകൊണ്ട് തന്നെ മായ്ക്ക് പ്രേക്ഷണാക്ഷം അഭാഷത, മായ്ക്ക് അകാരം കൊടുത്തു വായിക്കുക. അതേപോലെ തന്നെ കഴിയുന്നതും അത്രയും ഭയസംഭ്രാന്ത പ്രേക്ഷണാക്ഷം അഭാഷത, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തത് 34-ാമത്തെ ശ്ലോകമാണ്. ഇനിയും അമ്മ പറഞ്ഞത് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. കസ്മാന്മൃതമദാന്താത്മൻ ഭവാൻ ഭക്ഷിതവാൻഡഃ വദന്തി താവകം ഹേതേ കുമാരാസ്തേ ഗ്രജോപ്യയം. പറയാണ് കസ്മാന്മൃതം അദാന്താത്മൻ. കസ്മാത് മൃതം അദാന്താത്മൻ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് കസ്മാന്മൃതം അദാന്താത്മൻ. കസ്മാത് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്, എന്തിനാണ്. മൃതം എന്ന് പറഞ്ഞാൽ മണ്ണ്, നമ്മൾ മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു, മൃതം മണ്ണ്. അദാന്താത്മൻ എന്ന് പറഞ്ഞാൽ ഒട്ടും ഒതുക്കമില്ലാത്തവനെ, അടക്കമില്ലാത്തവനെ. നമ്മൾ സാധാരണ മലയാളത്തിൽ പറയും പോലെ കുരുത്തം കെട്ടവനെ എന്ന് പറയില്ലേ, വികൃതി ഉണ്ടായ ഒരു അടക്കമില്ലായ്മ, അതിനെയാണ് അദാന്താത്മൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒട്ടും അടക്കമില്ലാത്തവനെ, അടക്കമില്ലാത്ത മനസ്സോടു കൂടിയവനെ, എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വികൃതി കാണിച്ചു കൊണ്ടിരിക്കുന്നവനെ. എന്തിനാണ് ഈ മണ്ണ്. ഭവാൻ ഭക്ഷിതവാൻഡഃ, ഭവാൻ നീ, ഭക്ഷിതവാൻ തിന്നത്. എന്തിനാണ് നീ തിന്നത്. രഹ എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ട്, ആരും അറിയാതെ, ആരും കാണാതെ നീ എന്തിനാണ് ഈ മണ്ണ് വാരി തിന്നത് കൃഷ്ണ. ഇവിടെ അമ്മ ചോദിച്ചു തുടങ്ങുകയാണ് ഇനി. കാരണം അമ്മ എങ്ങനെയാണ് അറിഞ്ഞതെന്നും കൂടി അമ്മ ചേർക്കുന്നു അല്ലേ. ഇപ്പം ആരും കാണാതെ എന്ന് പറയുമ്പോൾ അമ്മ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അമ്മ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കണ്ട. അതിനു മുൻപേ അമ്മ തന്നെ അങ്ങോട്ട് യശോദാമ്മ തന്നെ പറയുകയാണ്. വദന്തി താവകാഹ്യേതേ കുമാരാസ്തേ ഗ്രജോപ്യയം. വദന്തി പറയുന്നു, താവക, താവക എന്ന് പറഞ്ഞാൽ നിൻ്റെ, ഹ്യേതേ, ഹി ഏതേ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ഹ്യേതേ. ഹി എന്ന് പറയുന്നത് അവിടെ ഉറപ്പിച്ചു പറയാണ്. ഹി വദന്തി പറയുന്നുവല്ലോ, അവർ വന്ന് പറയുന്നുവല്ലോ. അതായത് അവർ പറയുന്ന ആ വാക്കുകളെ ഞാൻ വിശ്വാസത്തിലെടുത്തിരിക്കുന്നു, അവർ പറയുന്നത് സത്യമാണ് എന്നുള്ള ഇതിനു വേണ്ടി അത് ഉറപ്പിക്കുകയാണ് അവിടെ ഹി വദന്തി എന്നുള്ളത്. ഏതേ, ഏതേ എന്ന് പറഞ്ഞാൽ ഈ കുമാരാസ്തേ ഗ്രജോപ്യയം. കുമാരഃ തേ അഗ്രജഃ അപി അയം. ഇങ്ങനെ 5 വാക്കുകൾ അവിടെ ചേരുന്നുണ്ട്. കുമാരഃ എന്ന് പറഞ്ഞാൽ ഈ ഗോപകുമാരന്മാർ കഴിഞ്ഞില്ല. തേ എന്ന് പറഞ്ഞാൽ നിൻ്റെ, അഗ്രജ എന്ന് പറഞ്ഞാൽ നിൻ്റെ ജ്യേഷ്ഠൻ ആരാ, രാമനുണ്ണി. അപി അയം, അയം എന്ന് പറഞ്ഞാൽ ഈ. അപ്പോൾ നോക്കൂ കൃഷ്ണ, നീ എന്തിനാണ് ഈ മണ്ണ് വാരി തിന്നത്, അതും ആരും കാണാതെ.
നിൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള രാമനുണ്ണിയും മറ്റു ഗോപന്മാരും വന്ന് പറഞ്ഞുവല്ലോ നീ മണ്ണ് വാരി തിന്നുവെന്ന്. നീ എന്തിനാ ഉണ്ണി മണ്ണ് വാരി തിന്നത്? ഇങ്ങനെ യശോദാമ്മ ഇനിയും ചോദ്യങ്ങളാണ് ചോദിച്ചു തുടങ്ങിയത്. ഈ ചോദ്യത്തോടൊപ്പം അമ്മ പലതും ചോദിക്കുന്നുണ്ട്. എന്താ ഇവിടെ ആ ഒരൊറ്റ ശ്ലോകത്തിൽ അങ്ങോട്ട് ഒതുക്കിയിരിക്കുന്നു വ്യാസഭഗവാൻ. കാരണം എന്താ, ഇത്ര മാത്രം ആവില്ലല്ലോ ചോദിക്കുക അല്ലേ? സാധാരണ അമ്മമാരെ പോലെ നീ മണ്ണ് വാരി തിന്നാൽ ഉണ്ണി നിനക്ക് വയറിന് കേടുവരില്ലേ തുടങ്ങി പല പല കാര്യങ്ങളും ഇങ്ങനെ ഈ അമ്മ ചോദിച്ചിട്ടുണ്ടാവാം ആ യശോദാമ്മ ഈ ഉണ്ണിയോട്, കൃഷ്ണനുണ്ണിയോട്. പക്ഷെ ആ ഭാവം ചോദിച്ചത് അധികമില്ലെങ്കിൽ പോലും യശോദാമ്മയുടെ മുഖത്തെ ആ ഭാവം അല്പം ഗൗരവമേറിയതാണ്. തന്നെയല്ല, യശോദാമ്മയ്ക്ക് ഈ കൃഷ്ണനുണ്ണിയുടെ വാക്കുകളേക്കാൾ ജ്യേഷ്ഠപുത്രനായിട്ടുള്ള രാമനുണ്ണിയുടെയും മറ്റു ഗോപന്മാരുടെയും വാക്കുകൾ വിശ്വാസ്യതയിൽ എടുത്തിരിക്കുന്നു എന്നുകൂടി ആ ഒരു ശ്ലോകത്തിൽ നമുക്ക് കാണിച്ചു തരുന്നു. എന്തേ, ഈ കള്ളക്കണ്ണന് കള്ളമൊക്കെ പറയുമെന്നൊരു പക്ഷേ യശോദാമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ കള്ളൻ കട്ട് തിന്നുന്നവനാണ് എന്ന് യശോദാമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവാം. മുൻപ് പാലും വെണ്ണയും തൈരും കട്ട് തിന്ന ഈ ഉണ്ണിക്ക് ആരും കാണാതെ അല്പം മണ്ണ് വാരി തിന്നുക ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ അത് ചെയ്തിട്ടുണ്ടാവുമെന്ന് യശോദാമ്മയ്ക്കൊരു ഉറപ്പ് തോന്നിയതുപോലെ. അതുകൊണ്ടാണ് ഇവിടെ രാമനുണ്ണിയും മറ്റു ഗോപന്മാരും ചെന്ന് പറഞ്ഞ ഉടനെ തന്നെ കൃഷ്ണനുണ്ണിയെ ശകാരിക്കാൻ ഇറങ്ങിയത്. ഇത്രയും കാലവും ചെയ്ത കുറുമ്പുകളൊക്കെ കേട്ടിട്ടും ഞാൻ വഴക്കു പറയാതെ വിട്ടു, ഞാൻ ശകാരിച്ചില്ല. പക്ഷേ ഇനിയും ഇതുവരെ നീ മോഷ്ടിച്ചു തിന്നു എന്ന് പറയുന്ന പാലും തൈരും വെണ്ണയും ഒന്നും നിനക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ല ഉണ്ണി. പക്ഷേ ഇപ്പോൾ നീ തിന്ന മണ്ണ് ചിലപ്പോൾ നിനക്ക് വയറിന് കേടുവരുത്താം. അതുകൊണ്ട് ഇനിയും നിന്നെ ശകാരിച്ചേ മതിയാകൂ എന്ന് യശോദാമ്മ അങ്ങോട്ട് ഉറപ്പിച്ചു. അതുകൊണ്ട് ഇവിടെ വന്ന ആ ഉണ്ണിയുടെ രണ്ട് കൈയിലും ചേർത്ത് പിടിച്ചിട്ട് ചോദിക്കുകയാണ്, എന്തിനാ ഉണ്ണി നീ ആരും കാണാതെ മണ്ണ് വാരി തിന്നത്? നിനക്ക് വയറിന് കേടുവരില്ലേ? ആരും കാണാതെ എന്ന് പറഞ്ഞാലും പറഞ്ഞു, ജ്യേഷ്ഠൻ കണ്ടിരിക്കുന്നു, മറ്റു ഗോപന്മാരും കണ്ടിരിക്കുന്നു, അവരെന്നോട് വന്ന് പറയുകയും ചെയ്തിരിക്കുന്നു ഉണ്ണി. ഇങ്ങനെ ഈ യശോദാമ്മയുടെ ശകാരങ്ങളെല്ലാം കേട്ട് ഉണ്ണിയുടെ മുഖത്തൊരൊറ്റ വികാരമേ ഉള്ളൂ. എന്താ? ഭയം. ആ കണ്ണുകളിൽ ഭയം നിഴലിക്കുന്നുണ്ട്. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി തന്നെ നിൽക്കുന്നുണ്ട്. ആ ഭാവത്തിൽ യശോദാമ്മയും കൃഷ്ണനുണ്ണിയും, യശോദാമ്മ തൻ്റെ ശകാരങ്ങളും കൃഷ്ണനുണ്ണി തൻ്റെ മുഖത്തെ ആ ഒരു ഭയവും അങ്ങനെ തുളുമ്പി നിൽക്കുന്നു. ആ ഒരു കാഴ്ചയാണ് ഈ ഒരു ശ്ലോകം കൊണ്ട് പറഞ്ഞു നിർത്തുകയാണ് ഇവിടെ വ്യാസഭഗവാൻ. കാരണം ഇനി തുടർന്നുള്ളത് അടുത്ത പറയാൻ പോകുന്നത് കൃഷ്ണനുണ്ണിയാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് പറഞ്ഞ്, അതായത് ആ യശോദാമ്മ എത്രമാത്രം ഗൗരവത്തിൽ ഈ ഒരു വിഷയത്തെ കണ്ടുവെന്നും ഉണ്ണിയുടെ മുഖത്തെ ഭാവം എന്തായിരുന്നുവെന്നും ഒന്ന് നമ്മളെ ഒന്ന് കാണിച്ചു തരികയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. കസ്മാൻ മൃതമതാന്താത്മൻ ഭവാൻ ഭക്ഷിതവാൻ രഹ വദന്തി താവകാഹ്യേതേ കുമാരാസ്തേ ഗ്രജോപ്യയം. നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കസ്മാൻ മൃതം അദാന്താത്മനാണ്. അതുകൊണ്ട് കസ്മാൻ മൃതം അദാന്താത്മൻ മായ്ക്ക് അകാരം കൊടുത്തു വായിക്കുക. പിന്നെ അടുത്തത് രഹ, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ നിർത്തുക. പിന്നെ അടുത്തത് കുമാരാസ്തേഗ്രജോപ്യയം, അവിടെ കുമാരാസ്തേ എന്ന് കഴിഞ്ഞിട്ട് വിശ്ലേഷണം വരുന്നിടത്ത് എകാരം നീട്ടിയെടുക്കുക. അതുപോലെ കുമാരാസ്തേഗ്രജോപ്യയം, അവിടെ ഒകാരവും നീട്ടിയെടുക്കുക. കുമാരാഹ തേ അഗ്രജഹ അപി അയം, ഇങ്ങനെ 5 വാക്കുകൾ അവിടെയുണ്ട്. അത് ശ്രദ്ധിച്ച് വായിക്കുക. ഇനി അടുത്തത് 35-ാമത്തെ ശ്ലോകം ഭഗവാൻ കൊടുക്കുന്ന മറുപടിയാണ്. നമുക്കത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഇവിടെ ഈ ഒരു ശ്ലോകത്തിലൂടെ വേറൊരു വലിയൊരു തത്വവും കൂടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കാരണം നമുക്ക് അറിയാം, ഭഗവാൻ മണ്ണ് തിന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, നൈമിത്തിക പ്രളയകാലത്ത്, അതായത് കാലങ്ങളെല്ലാം അവസാനിക്കുന്ന ഒരു കാലത്തിൻ്റെ ഒടുവിൽ ആ ഒരു പ്രളയം വരുമ്പോൾ ഭഗവാൻ ഈ പ്രപഞ്ചത്തെ ഒന്നാകെ, അല്ലേ, ഈ ഒരു
പ്രളയകാലം അടുക്കുമ്പോൾ ഇവിടെ നമുക്ക് നാരായണീയത്തിൽ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പറയുന്ന സമസ്ത ഭക്ഷിണ എന്ന് പറയുന്നത് എല്ലാം ഭഗവാന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് എടുക്കുക ചെയ്യുന്നത്. ഈ വിശ്വം ഒന്നാകെ തന്നെ ഭഗവാനെ തൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്ന ആ ഭഗവാന് ഒരു തരി മണ്ണ് തിന്നു എന്ന് പറയുമ്പോൾ യശോദാമ്മ ഇത്ര കണ്ട് വേവലാതിപ്പെടുന്നത് നമ്മളെപ്പോലെയുള്ള ഒരു സാധാരണ തലത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ്. ഭഗവാന്റെ ഉള്ളിൽ നിന്നാണ് എല്ലാം പുറത്തേക്ക് വരുന്നതും ഒടുവിൽ കാലം അവസാനിക്കുമ്പോൾ എല്ലാം ഭഗവാനിലേക്കാണ് എത്തിച്ചേരുന്നതും. ഇവിടെ ആരും അറിയാതെ മണ്ണ് തിന്നു എന്ന് പറയുമ്പോൾ അന്ന് ആ പ്രളയകാലത്തും ആരും അറിയാതെ തന്നെ ഭഗവാൻ എല്ലാം തൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്നു. വീണ്ടും ആരും ഒന്നും അറിയുന്നില്ല. ഭഗവാൻ വീണ്ടും അതിനെ സൃഷ്ടിക്ക് സമയമാകുമ്പോൾ ഓരോന്നും പുറത്തേക്ക് വരികയും ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടും ആരും അറിയാതെ തന്നെയാണ് നടക്കുന്നത്, അല്ലേ? ഇനിയും ജനിച്ചു കഴിഞ്ഞിട്ട് പോലും നമ്മളും ഒന്നും അറിയുന്നില്ല. ഈ ഒരു മായയിൽ മയങ്ങി ജീവിക്കുന്നവരാണ് നമ്മളൊക്കെ. അപ്പോൾ ഇവിടെ ഭഗവാന്റെ ആ ഒരു വലിയൊരു തത്വം കൂടി ആ ഒരൊറ്റ ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞിരുന്നു. ആരും കാണാതെ ആരും അറിയാതെയാണ് ഭഗവാൻ തൻ്റെ ഉള്ളിലേക്ക് എല്ലാം എടുക്കുന്നതും ആ മണ്ണിനെ ഉൾപ്പെടെ ഭഗവാൻ ഇപ്പോൾ തിന്ന ആ മണ്ണും പുറത്തേക്ക് സൃഷ്ടിച്ചു വിടുന്നതും അതേ ഭഗവാൻ തന്നെയാണ്. അതും ആരും അറിയുന്നില്ല, ആർക്കും അത് മനസ്സിലാകുന്നില്ല എന്നുകൂടി ഈ ഒരു ശ്ലോകം നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി 35-ാമത്തെ ശ്ലോകം അടുത്ത സത്സംഗത്തിൽ കാണാം. ഹരേ കൃഷ്ണ.